ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഫ്രെയിംസ് ഫ്രം മൈ ലൈഫ്. ഇന്ന് നമ്മൾ തായ്ലാൻഡിലെത്തിയിട്ട് ഡേ 3 ആണ് ഏകദേശം. സോ നമ്മളിന്ന് ഫസ്റ്റ് തന്നെ നമ്മുടെ റൂം ചെക്ക് ഔട്ട് ചെയ്തിട്ട് ബാങ്കോക്കിലേക്ക് പോവാണ്. ഇനിയുള്ള 2 ദിവസം നമ്മൾ ബേസിക്കലി ബാങ്കോക്കിലാണ് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് തായ്ലാൻഡ് സീരീസ്. അപ്പോൾ പട്ടായിൽ നിന്ന് ഏകദേശം അറൗണ്ട് 1 hour ട്രാവൽ ഉണ്ട് ബാങ്കോക്കിലേക്ക്. അതിനുശേഷം നമ്മൾ ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റില്ല, അവിടെ ലഗേജൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ക്യാബൊക്കെ എടുത്തു. നമ്മൾ ഓൾറെഡി ക്ലൂക്കിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. From here to the floating market, almost 2 hours. Depends on traffic jam, maybe 1.5 hours. We will take a boat by paddle boat, 25 minutes. We are provided 2 boats. And then we are going to the train market, Mekong Railway Market, or Lom Hup. Rom that means umbrella, Hup that means rose. അതാണ് നമ്മുടെ ഗൈഡൻസ്. പുള്ളിക്കാരത്തി ബേസിക്കലി നമ്മൾ പോകുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ 2 ഡെസ്റ്റിനേഷൻസാണ് മെയിൻലി കവർ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ തായ്ലൻഡിൽ തന്നെ ഫേമസ് ഡെസ്റ്റിനേഷനായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. സോ നമ്മൾ പക്ഷേ പട്ടായയിലല്ല പോകുന്നത്, പകരം ബാങ്കോക്കിലാണ്. എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ എന്തായിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തലേ ദിവസം ഫുഡ് പോയ്സണൊക്കെ അടിച്ചിട്ട് ഭയങ്കര ക്ഷീണത്തിലായിരുന്നു. സോ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പറയുന്നത് ദാമുൻ സാദുക് ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. അപ്പം നമ്മളിങ്ങനെ ബോട്ടിലൊക്കെ കയറി നല്ല രസമാണ്. എവിടേക്കെങ്കിലും ഒന്ന് വാ. നമ്മുടെ നാട്ടിലെ ആലപ്പുഴയൊക്കെ പോയവർക്ക് ഇത് കാണുമ്പോൾ കൈൻഡ് ഓഫ് സിമിലർ എക്സ്പീരിയൻസസ് ആയി തോന്നും. പക്ഷെ നല്ല രസമാണ്. ചുറ്റിലും കുറേ ഷോപ്സും അടിപൊളിയായിട്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ ഫേമസ് ഐറ്റം പറയുന്നത് ഈ കോക്കനട്ട് ഐസ്ക്രീമാണ്. ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഈ ഇളനീരൊക്കെ ഉണ്ടല്ലോ, അയ്യോ വേറെ ടേസ്റ്റ്, വേറെ ലെവൽ സംഭവമാണ്. ഞങ്ങളൊന്ന് വാങ്ങിച്ചിരുന്നു. ഞാൻ പിന്നെ കുറച്ചേ കഴിച്ചിരുന്നുള്ളൂ, അധികം കഴിച്ചില്ല. ഞങ്ങൾ ഒന്നാണ് വാങ്ങിച്ചുള്ളൂ 2 പേർക്കും കൂടിയിട്ട്. പിന്നെ കുറേ സോവനിയർ ഷോപ്സ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇവർ വേണമെങ്കിൽ നമുക്ക് വണ്ടി നിർത്തി തരും ചെയ്യും വാങ്ങാൻ വേണ്ടിയിട്ട്. വെറുതെ നോക്കിയിട്ട് അവരോട് വാങ്ങിയില്ല പറയാൻ നല്ല രസമുണ്ടല്ലേ. നമ്മൾ പിന്നെ കുറച്ച് സോവനിയേഴ്സൊക്കെ നോക്കി, പക്ഷേ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല. ഇത് പറഞ്ഞാൽ എറൗണ്ട് ഒരു 30 to 40 minutes ഉണ്ട് തോന്നുന്നു റൈഡ്. അതിനുശേഷം നമ്മൾ ഏകദേശം നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ എത്തി. പിന്നെ അതിനുശേഷം നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം നമുക്ക് ചുറ്റി കാണാനൊക്കെ സമയം ഉണ്ടാവും. അപ്പം അങ്ങനെ അതൊക്കെ കണ്ടു. അപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് പറയുന്നത് നമ്മുടെ വിയറ്റ്നാമിൽ നമ്മൾ ഈ റെയിൽവേ മാർക്കറ്റ് കണ്ടിട്ടില്ലേ, അതേപോലെ ഒരു സംഭവം നമ്മുടെ തായ്ലാൻഡിലുണ്ട്. അതാണ് മേക്ലോങ് റെയിൽവേ മാർക്കറ്റ് എന്നുള്ളത്. സ്പെല്ലിങ് ഞാനിവിടെ കൊടുക്കാം, ഞാൻ പ്രൊണൗൺസ് ചെയ്തത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഫൈനലി ഞങ്ങൾ റെയിൽവേ മാർക്കറ്റിലെത്തി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ട്രെയിനൊക്കെ ഭയങ്കര സ്പീഡ് കുറവില്ല പോവുക, ഒരു കൈൻഡ് ഓഫ് 0 സ്പീഡ് എന്നൊക്കെ പറയാൻ പറ്റുമോ, അങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ട് നമുക്ക് ട്രെയിനിൽ തൊടുകയൊക്കെ ചെയ്യാം. നല്ല രസം കാണാനൊക്കെ. പക്ഷേ കുറച്ച് റിസ്ക്കിയാണ് അവിടെ ഉള്ളവർക്ക് തോന്നുന്നു, കാരണം ഇത്രയും സംഭവങ്ങളൊക്കെ അവിടെ വിൽക്കുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒരു ട്രെയിനിന് വേണ്ടി ക്ലോസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. നമുക്ക് ട്രെയിൻ വരുന്നത് യാത്രയൊക്കെ മീറ്റ് ചെയ്തിട്ട് ഇന്നുണ്ടോ എൻ്റെ അടുത്ത് കൂടിയ ട്രെയിൻ പോയിരുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്ന് ഫോട്ടോസും
വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റി. അതുപോലെ നമ്മുടെ ഗൈഡ് നമുക്ക് കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്ത് തന്നിരുന്നു, വീഡിയോസ് എടുത്ത് തന്നിരുന്നു, റീൽസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ആംബിയൻസ് ഒക്കെ ആയിരുന്നു. അതിനുശേഷം ബെസ്റ്റ് പാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രെയിനിൽ ട്രാവൽ ചെയ്യാനുള്ള അവസരം കിട്ടി. അത് ശരിക്കും പറഞ്ഞാൽ സർപ്രൈസിങ് ആയിരുന്നു. കാരണം ഞാൻ ഊട്ടിയിലെ ടോയ് ട്രെയിൻ വരെ ഇതുവരെ പോയിട്ടില്ല, സത്യം പറയല്ലോ. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ ലൈക്ക് എ വിൻറ്റേജ് ട്രെയിൻ, പഴയ കാലത്തൊരു ട്രെയിൻ, നല്ല രസമുള്ളൊരു മെമ്മറിയായിരുന്നു. ഇത് ശരിക്കും എനിക്കൊരു സർപ്രൈസിങ് അല്ലെങ്കിൽ ഒരു ഓ ഫാക്ടറായിരുന്നു ഇവിടെ. ഈ ഷോപ്സിൻ്റെ ഒക്കെ ഇത്രയും അടുത്ത് കൂടിയാണ് ആ ട്രെയിൻ പോകുന്നത്. അതായത് അവരുടെ ഒരു 1 arm ഡിസ്റ്റൻസ് എന്നൊക്കെ അല്ലേ, അത്രയേ ഉള്ളൂ ആ ഡിസ്റ്റൻസ് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊരു വേറൊരു വേൾഡാണെന്ന് എനിക്ക് പറയാം. നല്ല രസമായിരുന്നു അതിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുവരെ അങ്ങനത്തെ ഒരു ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടില്ല. നമ്മുടെ നാട്ടിലെ ട്രെയിൻസൊക്കെ പോലെ അത് കഴിഞ്ഞിട്ട് പോണ വഴിക്ക് വേറൊരു സംഭവം കൂടി കിട്ടും, നമ്മുടെ ഉപ്പുപാടങ്ങൾ. അതും നല്ല രസമായിരുന്നു. അങ്ങനെ ട്രെയിനിന് ഞങ്ങൾ സ്റ്റോപ്പിൽ ഇറങ്ങി. ഞങ്ങളൊരു നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒരുവിധം എല്ലാ ആക്ടിവിറ്റീസൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഡേ വേസ്റ്റ് ആവാതെ ഞങ്ങൾക്കിന്ന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടായിരുന്നുള്ളൂ. അപ്പാർട്ട് ഫ്രം ദാറ്റ് എല്ലാം അടിപൊളിയായി നടന്നു. അതിനുശേഷം ഞങ്ങൾ ഈവനിങ് ഒന്ന് മാളിലൊക്കെ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ വിശേഷം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.